ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ നടത്തിയ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരവും ശാസ്ത്രീയ മുന്നേറ്റവും വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ നൽകുന്നത്. തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടിയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പിച്ചു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് പറയുമ്പോഴും തങ്ങളുടെ ശാസ്ത്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹം ഊന്നി പറയുന്നു. ഇറാന്റെ ആണവ പരിപാടിക്ക് ചുറ്റുമുള്ള നിലവിലെ പ്രതിസന്ധിക്ക് ആഴത്തിലുള്ള ചരിത്രമുണ്ട്. 2015 ഇറാനും ലോകശക്തികളും ചേർന്ന് ഒപ്പുവെച്ച JCPOA എന്ന ആണവ കരാർ ഇറാന്റെ സമ്പുഷ്ടീകരണം നിയന്ത്രിക്കുന്നതിന് പകരമായി ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇറാൻ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവും നിലവാരവും ഉയർത്തി. US പിന്മാറ്റത്തെ തുടർന്ന് ഉപരോധങ്ങൾ മൂലം സാമ്പത്തികമായി കഷ്ടപ്പെട്ട ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി പൂർണ്ണമായും നിർത്തലാക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 2025 ജൂണിലാണ് പ്രതിസന്ധി പുതിയ തലത്തിലേക്ക് എത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ഏകോപിപ്പിച്ച വ്യോമാക്രമണങ്ങൾ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നെതൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ നടന്നു. ഈ ആക്രമണങ്ങളെ പാശ്ചാത്യ ശക്തികൾ വിശേഷിപ്പിച്ചത് ആണവ ബോംബ് വികസിപ്പിക്കുന്നതിലേക്കുള്ള ഇറാന്റെ പുരോഗതി തടയുന്നതിനുള്ള മുൻകരുതൽ ആക്രമണങ്ങൾ എന്നാണ്.